ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയിലേറ്റം സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരങ്ങളെ, സങ്കീർത്തന പുസ്തകം 19-ാം അധ്യായം അതിൻ്റെ 7-ാം വചനം ഇങ്ങനെ പറഞ്ഞു വെക്കുന്നു: കർത്താവിൻ്റെ നിയമം അവികലമാണ്, അത് ആത്മാവിന് പുതുജീവൻ നൽകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൻ്റെ നിയമം അവികലമാണ്, അത് ആത്മാവിന് പുതുജീവൻ നൽകുന്നു. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ആത്മാവിന് പുതുജീവൻ നൽകേണ്ടത് കർത്താവിൻ്റെ വചനമാണ്. ലക്ഷറിയല്ല, വാഹനമല്ല, സമ്പത്തല്ല, പേരല്ല, പ്രശസ്തിയല്ല, മറിച്ച് ദൈവത്തിൻ്റെ വചനമാണ് നമ്മുടെ ആത്മാവിനൊക്കെ പുതുജീവൻ നൽകുന്നത്. ഈ ഒരു കാലഘട്ടത്തിൻ്റെ പ്രത്യേകത നമുക്കറിയാം. ഒരുപക്ഷെ ഈ പ്രത്യേക സാഹചര്യങ്ങളിൽ പലരുടെയും ആത്മാവിനൊക്കെ ഒരു മരവിപ്പ് ബാധിച്ച സമയമാണ്. പലവിധ പ്രശ്നങ്ങൾ, ചിന്തകളൊക്കെ മനസ്സിനെ അലട്ടുന്നൊരു സമയമാണിത്. ഈ സമയത്ത് ദൈവത്തിൻ്റെ വചനത്തിലേക്ക് നമുക്ക് ആശ്രയിക്കാം. നമ്മുടെ ആത്മാവിന് പുതുജീവൻ നൽകുന്ന ദൈവത്തിൻ്റെ വചനം ശ്രവിക്കുവാനും അത് നൽകുന്ന ഉൾക്കാഴ്ചകൾ സ്വീകരിച്ചുകൊണ്ട് ജീവിതത്തെ നവീകരിക്കുക എന്നൊക്കെ പ്രത്യേകമായിട്ട് ഓർക്കാം. ഈ ഒരു ചിന്തയാണ് വിശുദ്ധ യോഹന്നാൻ തൻ്റെ സുവിശേഷം 6-ാം അധ്യായം 63-ാം വചനത്തിൽ പറഞ്ഞു വെക്കുക: ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനങ്ങൾ ആത്മാവും ജീവനുമാണ്. ഈ ആത്മാവും ജീവനുമായ വചനത്തെ സ്വീകരിക്കുവാനായിട്ട് നമുക്ക് ഒരുങ്ങാം. ഈ ആത്മാവും വചനവുമായ ദൈവത്തിൻ്റെ ദൂത് നമ്മുടെ ജീവിതങ്ങളെ മാറ്റിമറിക്കുവാൻ, സ്വാധീനിക്കുവാൻ, ആത്മാവിന് പുതിയ ജീവൻ നൽകുവാൻ ആഗ്രഹിച്ചുകൊണ്ട് പ്രിയ സഹോദരൻ, നമുക്ക് ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിന്ന് ദൈവത്തിൻ്റെ വചനം നമ്മുടെ ആത്മാവിനെ നവീകരിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ഏറ്റവും സ്നേഹത്തോടെ ആത്മാവ് നമ്മളിൽ വ്യാപരിക്കുവാൻ ഒന്ന് ആഗ്രഹിച്ച് നമുക്കൊന്ന് സ്തുതിച്ച് ആരാധിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, 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 വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങളടിച്ച് സ്നേഹത്തോടെ നമ്മുടെ ജീവിതങ്ങൾ ആത്മാവിനാൽ നിറയാൻ ആഗ്രഹിച്ച് ആത്മാവിൻ ശക്തി, അത്യുന്നത ശക്തി, പരിശുദ്ധാത്മശക്തി എന്നിൽ നിറയട്ടെ. ആത്മാവിൻ ശക്തി, അത്യുന്നത ശക്തി, പരിശുദ്ധാത്മശക്തി എന്നിൽ നിറയട്ടെ. സ്നേഹത്തോടെ നിറയട്ടെ, സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. കരങ്ങളടിച്ച് ആത്മാവ് നമ്മുടെ ജീവിതങ്ങളിലേക്ക് നിറയുവാൻ ആഗ്രഹിച്ച്, ആത്മാവ് വഴി നടത്തുന്ന മനസ്സിൽ ആഗ്രഹിച്ച് നമുക്ക് ഏറ്റുപാടാം, സ്നേഹത്തോടെ ഏറ്റുപാടാം. ഈ കാലഘട്ടത്തെ അതിജീവിക്കുന്ന ഒരു അഭിഷേകം നമ്മുടെ ജീവിതങ്ങളിൽ നിറയുവാനായിട്ട് ആഗ്രഹിച്ച് ആദിമസഭയിൽ നിറഞ്ഞ പോലെ അഭിഷേക കാറ്റാവീശണമേ. ആദിമസഭയിൽ നിറഞ്ഞ പോലെ അഭിഷേക കാറ്റാവീശണമേ. പാപശക്തിയെ തകർത്തിടാൻ, ലോകശക്തിയെ തകർത്തിടാൻ അഭിഷേകത്താൽ എന്നെ നിറയ്ക്കണമേ. പാപശക്തിയെ തകർത്തിടാൻ, ലോകശക്തിയെ തകർത്തിടാൻ അഭിഷേകത്താൽ എന്നെ നിറയ്ക്കണമേ. കരങ്ങളുയർത്തി എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. 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 കരങ്ങൾ വീശി ഹല്ലേലൂയ, 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 ഹല്ലേലൂയ പാടാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ,
ഹല്ലേലൂയ 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 സ്തുതിക്കുന്നു അഭിഷേകം നിറയട്ടെ ഹല്ലേലൂയ 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 37:14 എന്റെ ആത്മാവിനെ നിങ്ങൾ നിവേശിപ്പിക്കും. വചനത്തിന്റെ ശക്തി വ്യാപരിക്കനായി നിങ്ങൾ സ്തുതിക്കാം. പരിശുദ്ധാത്മാവേ കാലഘട്ടത്തെ തിരിച്ചറിയണമെന്ന് വേണ്ടി പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ 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 കവിഞ്ഞൊഴുകണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. എന്നിൽ നിറയട്ടെ, ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. ഒരിക്കൽ കൂടി എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്ക് സ്വസ്ഥമായിട്ട് യഥാസ്ഥാനങ്ങളിൽ ഇരിക്കാം. ഈശോയിലെ സ്നേഹം നിറഞ്ഞ സഹോദരീ സഹോദരങ്ങളെ, നമ്മൾ ഈ കഴിഞ്ഞ കാലത്താണ് അല്ലെങ്കിൽ ഈ അടുത്ത കാലത്താണ് ഓണം ആഘോഷിച്ചത്. കൊറോണയുടെ ആധിക്യത്തിലായിരുന്നെങ്കിൽ പോലും ടൗണിലൂടെ ഒക്കെ കടന്നു പോകുമ്പോൾ നമ്മൾ കണ്ടു ഒത്തിരിയേറെ കടകളുടെ മുമ്പിൽ വലിയ ആൾക്കൂട്ടം സാധന സാമഗ്രികൾ മേടിക്കുവാനായിട്ട്. ഒരുപക്ഷെ എന്തായിരിക്കാം ഈ ഒരു കാലഘട്ടത്തിൽ ഒത്തിരിയേറെ വ്യക്തികളെ ഈ കടകളിലേക്ക് ആകർഷിച്ചത്? തീർച്ചയായിട്ടും നമുക്കറിയാം, വലിയ വിലക്കുറവും കിഴിവുകളുമൊക്കെ അവർ നൽകിയതുകൊണ്ടാണ് ഒത്തിരിയേറെ വ്യക്തികൾ കടകളിലേക്ക് സാധന സാമഗ്രികൾ മേടിക്കുവാനായിട്ട് ഇടിച്ചുകൂടിയത്. അപ്പോൾ കിഴിവുകൾ, വിലക്കുറവ് ആകർഷണീയമായിട്ട് നൽകുമ്പോൾ അത് മനുഷ്യന്റെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. മേടിക്കുന്ന വസ്തുക്കൾ നല്ലതാണോ ഗുണമേന്മയുള്ളതാണോ എന്ന് ചിന്തിക്കാതെ പോലും ആൾക്കാർ ഈ ഒരു ഓഫർ കണ്ട് സാധനങ്ങൾ മേടിച്ചു കൂട്ടുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു വസ്തുതയെക്കുറിച്ച് ഓർത്ത് നടന്നപ്പോഴാണ് എൻ്റെ മനസ്സിൽ വന്നൊരു ചിന്ത. ഇന്ന് നമ്മുടെ ലോകത്തിൽ സംഭവിക്കുന്ന ഒരു യാഥാർത്ഥ്യമല്ല ഇത്, അതിൻ്റെ ഒരു പ്രതിരൂപമല്ല ഇത്. ഏത് കാര്യത്തെയും ഇച്ചിരി ആകർഷണീയമായി അവതരിപ്പിച്ചാൽ, മനുഷ്യന് ശ്രദ്ധയിൽപ്പെടുന്ന രീതിയിൽ പുറത്തു കൊണ്ടുവന്നാൽ അതിന് വലിയ സ്വീകാര്യതയുണ്ട്. അതിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം എന്തെന്ന് ചിന്തിക്കാതെ, അതിൻ്റെ സത്യാവസ്ഥ എന്തെന്നറിയാതെ, അതിൽ ഒളിഞ്ഞിരിക്കുന്ന തിന്മ എന്തെന്ന് തിരിച്ചറിയാതെ ഇതിൻ്റെ പുറകെ നെട്ടോട്ടം ഓടുന്ന ഒരു പരിതസ്ഥിതി നാം എല്ലാം കാണുന്നുണ്ട്. ഈ ഒരു അവസ്ഥയെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ന്യായാധിപന്മാരുടെ പുസ്തകം 14-ാം അധ്യായത്തിലെ ഒരു വചനഭാഗം എന്നെ സ്പർശിച്ചത്. വചനം ഇതാണ്, 14-ാം അധ്യായം അതിൻ്റെ 9-ാം വചനം. അത് സിംഹത്തിൻ്റെ ഉടലിൽ ഒരു തേൻകൂട്, അവൻ അതെടുത്ത് ഭക്ഷിച്ചു, അവൻ്റെ മാതാപിതാക്കൾക്കും കൊടുത്തു. അത് ചത്ത സിംഹത്തിൻ്റെ ഉടലിൽ നിന്നാണെന്ന് അവൻ അവരോട് പറഞ്ഞില്ല. ഈ ഒരു വചനത്തിൻ്റെ പശ്ചാത്തലം ഇതാണ്. സാംസൺ എന്ന് പറയുന്ന ന്യായാധിപൻ ഒരു ഫിലിസ്തീയ പെൺകുട്ടിയെ സ്നേഹിച്ചു. അവളെ കാണുവാനായിട്ട് പിതാക്കന്മാരുമായിട്ട് തിമ്നയിലേക്ക് പോകുന്ന വഴിക്ക് ഒരു മുന്തിരിത്തോട്ടത്തിൽ നിന്ന് ഒരു സിംഹക്കുട്ടി അവൻ്റെ നേരെ അലറി വന്നു. വചനം പറയുക, കർത്താവിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ ശക്തിയായി വന്നു. ആയുധം കൂടാതെ ആട്ടിൻകുട്ടി എന്നതുപോലെ അവൻ ആ സിംഹത്തെ ചീന്തിക്കളഞ്ഞു. അതിനുശേഷം കുറെ നാൾക്ക് ശേഷം ഈ പെൺകുട്ടിയെ കൂട്ടുവാനായിട്ട് അവൻ തൻ്റെ പിതാക്കന്മാരോടുകൂടി വീണ്ടും വന്നപ്പോൾ സാംസൺ ഒരു ചെറിയ ആഗ്രഹം. താൻ വലിച്ചു കീറിക്കൊന്ന സിംഹത്തിന് എന്ത് സംഭവിച്ചു, താൻ വലിച്ചു കീറിക്കൊന്ന സിംഹത്തിന് എന്ത് സംഭവിച്ചു എന്ന് കാണുവാൻ വേണ്ടി അവൻ ചെന്നപ്പോഴാണ് ചത്തുകിടന്ന സിംഹത്തിന്റെ ഉടലിൽ ഒരു തേൻകൂട് കാണുകയും അതവൻ അടർത്തിയെടുത്ത് ഭക്ഷിക്കുകയും മാതാപിതാക്കൾ കൊടുക്കുകയും ചെയ്തത്. ഇതാണ് ഈ വചനത്തിന്റെ പശ്ചാത്തലം. പ്രിയപ്പെട്ടവരെ, നാം ഒരുപക്ഷെ ചിന്തിക്കുമായിരിക്കും, ഈ വചനത്തിന് എന്താണ് ഇത്ര പ്രത്യേകത? തേൻ കഴിക്കുന്നത് തെറ്റാണോ? തീർച്ചയായിട്ടുമല്ല. തേൻ കഴിക്കുന്നത് നല്ലതാണ്, ആരോഗ്യദായകമാണ്. എന്നാൽ ചത്ത സിംഹത്തിന്റെ ഉടലിൽ നിന്നുള്ള തേൻ അനുവദനീയമാണോ? പ്രിയപ്പെട്ടവരെ, ഈ ഒരു വചനഭാഗത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് പ്രസക്തമായിട്ടുള്ളത്. അതിലൊന്ന്, അവൻ താൻ കൊന്നുകളഞ്ഞ സിംഹത്തിന്റെ ഉടലിന് എന്ത് സംഭവിച്ചു എന്നറിയാൻ വേണ്ടി അന്വേഷിച്ചിരുന്നു. നോക്കണേ, തൻ്റെ ജീവിതത്തിന് ഒരു കാലത്ത് ഭീഷണിയായി വന്ന, തന്നെ കൊല്ലുവാൻ വന്ന ഒരു സിംഹത്തെ അവൻ കൊന്നു. എന്നാൽ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അവനിൽ ഒരു ജിജ്ഞാസ ഉണർന്നു, ഇതിന് എന്ത് സംഭവിച്ചു?
അതിനെന്തു സംഭവിച്ചെന്ന് കാണാൻ അവൻ ആഗ്രഹിച്ചു. അതിനെ തേടി അവൻ ചെന്നു. ഇതാണ് ഈ വചനത്തിന്റെ ഒന്നാമത്തെ ഭാഗം. പ്രിയപ്പെട്ടവരെ, ഈ ഒരു വചനഭാഗത്തിന് നമ്മുടെ ജീവിതത്തോട് എന്തെങ്കിലുമൊക്കെ ബന്ധമുണ്ടോ? ഞാൻ പറയും, ഇതിന് തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തോട് ബന്ധമുണ്ട്. ജീവിതത്തിന്റെ ഏതെങ്കിലുമൊക്കെ ഭാഗത്തിൽ നമ്മുടെ ജീവിതത്തിന് അപകടമായിരുന്ന പല ശീലങ്ങളും പല കാര്യങ്ങളും നാം വലിച്ചെറിഞ്ഞതുണ്ട്. എന്നാൽ എന്തുകൊണ്ടാണ് വീണ്ടും നാം വീണുപോയത്? അവയെ തിരക്കി എന്ത് സംഭവിച്ചെന്നറിയാൻ വേണ്ടി നാം പിന്നെയും പുറകെ പോയി. അതിന്റെ അവശിഷ്ടം തപ്പിപ്പോയി. നമ്മുടെയൊക്കെ ചുറ്റുപാടുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. മദ്യപാനം നിർത്തുവാനായിട്ട് ധ്യാനം കൂടാൻ പോകുന്ന സഹോദരങ്ങളെ 1, 2, 3 മാസം ഒരു മദ്യപിക്കാതെ നിൽക്കും. പിന്നെ തനിയെ മദ്യപാനത്തിലേക്ക് വീണു പോകുന്ന പ്രതിഭാസം നാം കണ്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇവർക്ക് നിലനിൽപ്പില്ലാതായി പോയത്? ഒരിക്കലും തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് വലിച്ചെറിഞ്ഞ ഈ സാഹചര്യങ്ങളിലേക്ക് അവരൊന്ന് എത്തി നോക്കാൻ ചെന്നതുകൊണ്ടാണ് അവരുടെ ജീവിതത്തിൽ ഇടർച്ചയുണ്ടായത്, വീഴ്ചയുണ്ടായത്. നമ്മുടെ ജീവിതത്തിൽ നാം വേണ്ട എന്ന് വെക്കുന്ന പല കാര്യങ്ങളും പിന്നെയും ഒന്ന് എത്തി നോക്കാൻ പോകുന്നത് കൊണ്ടല്ലേ നമ്മൾ വീണു പോകുന്നത്. അതിനെ പൂർണ്ണമായിട്ട് മാറ്റിക്കളയാനൊക്കെ സാധിക്കാത്തത് കൊണ്ടല്ലേ നമ്മുടെ ജീവിതത്തിൽ ഇടർച്ചകൾ ഉണ്ടാകുന്നത്. പ്രിയപ്പെട്ടവരെ, എത്രയോ തീരുമാനങ്ങൾ നമ്മൾ എടുക്കുന്നു. പുതുവത്സരങ്ങളിൽ എടുക്കുന്ന തീരുമാനം, ക്രിസ്മസിന് തീരുമാനം എടുക്കുന്നു, മറ്റ് പ്രത്യേക അവസരങ്ങളിലൊക്കെ ഞാൻ തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്. പക്ഷേ തീരുമാനങ്ങളൊന്നും പ്രാവർത്തികമാകുന്നില്ല. എന്തുകൊണ്ടെന്നാൽ എടുത്ത തീരുമാനങ്ങളിൽ നാം വലിച്ചെറിഞ്ഞ കാര്യങ്ങളുടെ അവശിഷ്ടം തപ്പി നാം പോകുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു ദുഃഖകരമായ കാര്യം. പ്രിയപ്പെട്ടവരെ, പ്രഭാഷകന്റെ പുസ്തകം 21-ാം അധ്യായം അതിന്റെ 2-ാം വചനം ഇങ്ങനെ പറയുന്നു: സർപ്പത്തിൽ നിന്നതുപോലെ പാപത്തിൽ നിന്ന് ഓടി അകലുവിൻ, അതിനെ കടിക്കും. അതിന്റെ പല്ലുകൾ സിംഹത്തിന്റെ പല്ലുകളാണ്, അവ നിന്റെ ജീവൻ അപഹരിക്കും. പ്രിയപ്പെട്ടവരെ, പാപകരമായ സാഹചര്യം, പാപത്തിന്റെ അവസ്ഥകള്, അതിന്റെ കൂട്ടുകെട്ടുകള് പൂർണ്ണമായിട്ട് അവഗണിച്ചില്ലെങ്കിൽ അത് നമ്മുടെ ജീവനെ അപഹരിക്കുമെന്ന് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇപ്പൊ സാംസന്റെ ജീവിതത്തിലെ ഒന്നാമത്തെ വീഴ്ച അവന് സംഭവിച്ചത്, തന്റെ ജീവിതത്തിന്റെ ഭീഷണിയായി തന്നെ കൊല്ലുവാൻ വന്ന സിംഹത്തെ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയാൽ അവൻ പിച്ചിച്ചീന്തിയെങ്കിൽ വേറൊരു സാഹചര്യത്തിൽ അതിന്റെ അവശിഷ്ടത്തെ തേടി അവൻ പോയതാണ് അവന്റെ ജീവിതത്തിന്റെ ഒന്നാമത്തെ ഇടർച്ച. പ്രിയപ്പെട്ടവരെ, ഇതിന്റെ 2-ാമത്തെ ഭാഗം, താൻ വലിച്ചെറിഞ്ഞ് നശിപ്പിച്ചു കളഞ്ഞതിനെ തേടി ചെന്നപ്പോൾ അതിന്റെ ശരീരത്തിൽ ആകർഷകമായ മാധുര്യം കിനിയുന്ന ഒരു തേൻകൂട് അവൻ കണ്ടെത്തി. നമ്മൾ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ തേൻ കഴിക്കുന്നത് തെറ്റല്ല. എന്നാൽ ലേവ്യരുടെ പുസ്തകം 11-ാം അധ്യായം അതിന്റെ 29-ാം വചനം ഇങ്ങനെ പറഞ്ഞു വെക്കുന്നു: മൃഗം ഭക്ഷിക്കാൻ ഉതകുമെങ്കിലും ചത്തതാണെങ്കിൽ അതിന്റെ പിണം സ്പർശിക്കുന്നവൻ വൈകുന്നേരം വരെ അശുദ്ധനായിരിക്കും. അങ്ങനെയെങ്കിൽ ഈ ചത്ത സിംഹത്തിന്റെ പിണം സ്പർശിച്ച സാംസനും അതിന്റെ തേൻ ഭക്ഷിച്ച മാതാപിതാക്കളും അശുദ്ധരായി. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ സാംസൺ തന്നെ അശുദ്ധനാക്കി, തന്റെ മാതാപിതാക്കളെയും അശുദ്ധരാക്കി. പ്രിയപ്പെട്ടവരെ, ഇത് ഇന്ന് ലോകത്തിന്റെ വലിയൊരു പോക്കാണ്. അശുദ്ധമായവയിൽ അല്ലെങ്കിൽ തിന്മയിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന തേനിന്റെ സാന്നിധ്യം ഇന്ന് ലോകത്തിന് തിരിച്ചറിയാൻ പറ്റാത്ത വലിയ ഒരു കെണിയാണ്. പാപം ഒരിക്കലും പാപമായിട്ട് പ്രത്യക്ഷപ്പെടാറില്ല. പാപം പ്രത്യക്ഷപ്പെടുന്നത് പുണ്യത്തിന്റെ രൂപത്തിലാണ്. തിരിച്ചറിയാൻ സാധാരണ മനുഷ്യൻ സാധിക്കാതെ പോകുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, ഒരു തേനിന്റെ ഉറവിടം എന്ന് പറഞ്ഞ പുഷ്പമാണെങ്കിൽ ഇവിടെ തേനിന്റെ ഉറവിടമായി ഭവിച്ചത് ഒരു സിംഹത്തിന്റെ ചത്ത ഉടലാണ്. ഇതെന്താണ് നമുക്ക് പറഞ്ഞു തരിക? പ്രിയപ്പെട്ടവരെ, മധുരമുള്ളതും തേൻ കിനിയതുമൊക്കെ ചത്തതിൽ നിന്നും ചീഞ്ഞതിൽ നിന്നും ഉണ്ടാകാമെന്ന് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. തേനിന്റെയും ഉറവിടം ചത്തതും ചീഞ്ഞതും അളിഞ്ഞതുമാകാം. അതിനും മധുരം പുറപ്പെടുവിക്കാൻ സാധിക്കും. പ്രത്യക്ഷത്തിൽ ഇവയൊക്കെ മധുരിക്കുമെങ്കിലും ആത്യന്തികമായിട്ട് ഇവയുടെയൊക്കെ ഉറവിടം ചീഞ്ഞതാണ്, അല്ലെങ്കിൽ ദുഷിച്ചതാണ്, തിന്മയാണ്. അത് ഭക്ഷിക്കുക വഴി സാംസൺ മാത്രമല്ല, അദ്ദേഹത്തിന്റെ മാതാവും പിതാവും അശുദ്ധരായി എന്നുള്ളതാണ് പ്രകടമായ കാര്യം. നോക്കണേ, ചെറിയൊരു തെറ്റ്, ചെറിയൊരു പിഴ, അവർ അശുദ്ധരായതോടെ ദൈവിക സംരക്ഷണത്തിന്റെ വലയിൽ നിന്നും അവർ പുറത്തായി. ഇന്ന് പലപ്പോഴും നമുക്ക് പറ്റുന്ന ഒരു അപാകത, ഒരു തെറ്റിതാണ്, നാം അറിയാതെ പോകുന്നു. ദൈവിക സംരക്ഷണത്തിൽ നമ്മൾ അകന്നു പോകുന്നു എന്ന യാഥാർത്ഥ്യം നമ്മൾ അറിയാതെ പോകുന്നുണ്ട്, തിരിച്ചറിയാതെ പോകുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇന്ന് മനുഷ്യന് തിന്മയെ തിരിച്ചറിയാൻ സാധിക്കാത്ത വിധത്തിൽ തിന്മ മനോഹരമായി ചിത്രീകരിക്കപ്പെടുന്നുണ്ട്. നന്മയെ അതിജീവിക്കുന്ന ഗുണമേന്മയോടുകൂടി തന്നെ തിന്മ ഇന്ന് രംഗപ്രവേശനം ചെയ്യുന്നുണ്ട്. സാധാരണ മനുഷ്യന്റെ ചിന്തയ്ക്കോ ബുദ്ധിക്കോ അതിനെ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ലെന്നതാണ് ശ്രമകരമായ കാര്യം.
നാം ഉണരേണ്ട സമയം കഴിഞ്ഞു. നന്മയെന്ന് നാം ചിന്തിക്കുന്ന പല കാര്യങ്ങളും തിന്മയുടെ ഉറവിടമാണ് എന്ന് നാം തിരിച്ചറിയേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ അനുദിന ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ ഒത്തിരിയേറെ ഉദാഹരണങ്ങൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. സമയം പോക്കുവാനുള്ള വിനോദമെന്ന തേനിൽ ചാലിച്ച് ഇന്ന് ഇന്റർനെറ്റിൽ പ്രത്യക്ഷപ്പെടുന്ന പല ഗെയിമുകളും മനുഷ്യനെ കൊണ്ടെത്തിക്കുക അരാജകത്വത്തിലും അധാർമികതയിലും കൊലപാതകത്തിലും ആത്മഹത്യയിലുമാണ്. നമ്മുടെ ചുറ്റുപാടുമുള്ള ന്യൂസുകൾ, വാർത്തകൾ, അനുഭവങ്ങൾ നമുക്ക് സാക്ഷ്യമാണ്. പ്രത്യക്ഷത്തിൽ ഇവയൊക്കെ ഒരു ഗെയിം മാത്രമാണ്. എന്നാൽ അതിൻ്റെ ഉറവിടം എവിടെ നിന്ന് വരുന്നു, എന്തിനു വേണ്ടി എന്ന് നാം തിരിച്ചറിയാതെ പോകുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം വന്നത് തേനിന്റെ മാധുര്യത്തോടു കൂടിയാണ്. ഇവയ്ക്കെല്ലാം നന്മയുടെ പരിവേഷമുണ്ടായിരുന്നു. ഇവയ്ക്കെല്ലാം നന്മയുടെ ഒരു പ്രതിരൂപമുണ്ടായിരുന്നു. നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു പരിവേഷമുണ്ടായിരുന്നു ഇവയ്ക്കൊക്കെ. ഇതിൻ്റെയൊക്കെ ഉറവിടം ചത്തതും ചീഞ്ഞതും അളിഞ്ഞതുമാണെന്ന് തിരിച്ചറിയുവാനായിട്ട് വിശ്വാസിക്ക് സാധിക്കാതെ പോകുന്നു എന്നുള്ളത് ഖേദകരമാണ്. പ്രിയപ്പെട്ടവരെ, സമയം അതിക്രമിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള ആകർഷണീയമായ ഓഫറുകളും ചിന്തകളും പ്രവർത്തനങ്ങളുമൊക്കെ ചത്ത സിംഹത്തിന്റെ ഉടലിലെ തേനാണ് എന്ന് നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടാണ് ജ്ഞാനത്തിന്റെ പുസ്തകം 9-ാം അധ്യായം 17-ാം വചനം ഇങ്ങനെ പറഞ്ഞു വെക്കുന്നത്: ദൈവമേ, അങ്ങ് അങ്ങയുടെ ജ്ഞാനത്തെയും ആത്മാവിനെയും ഉന്നതത്തിൽ നൽകുന്നില്ലെങ്കിൽ ആര് അങ്ങേ ഹിതമറിയും? ദൈവമേ, അങ്ങയുടെ ഹിതം ആരറിയും? ബലഹീനരായ ഞങ്ങൾക്ക് ഈ ഒളിഞ്ഞിരിക്കുന്ന തിന്മയെയും അതിലൊളിഞ്ഞിരിക്കുന്ന ആസൂത്രണങ്ങളെയും തിരിച്ചറിയുവാൻ സാധിക്കുന്നില്ല. പ്രത്യേകമായിട്ട് ഈ കാലഘട്ടത്തിൽ ആത്മാവിന്റെ വലിയൊരു നിറവിന് വേണ്ടി, ശക്തിക്ക് വേണ്ടി കാത്തിരിക്കേണ്ട, ആഗ്രഹിക്കേണ്ട, ദാഹിക്കേണ്ട സമയമാണിത്. പ്രിയപ്പെട്ടവരെ, നാം ഒന്ന് ഓർക്കേണ്ടതുണ്ട്, ഉറവിടം നോക്കാതെ തേൻ കഴിച്ച അശുദ്ധനായ സാംസന്റെ വീഴ്ച നമ്മുടെയൊക്കെ പടിവാതിക്കൽ കാത്തു നിൽപ്പുണ്ട് എന്നൊരു ചിന്ത നമുക്കുണ്ടാകണം. വ്യക്തിയെ നോക്കാതെ, സാഹചര്യങ്ങൾ നോക്കാതെ, സമുദായം നോക്കാതെ നമ്മൾ ഇടപെടുമ്പോൾ ഓർക്കണം, ഒരു വീഴ്ച നമ്മുടെ മുൻപിൽ പതിയിരിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരമുയർത്തി ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഭക്ഷിക്കാൻ സാധും ധരിക്കാൻ മോടിയും ജീവിക്കാൻ ആഡംബരവും കേൾക്കാൻ ഇൻപമുള്ളതും തേടി നടക്കുമ്പോൾ വിശ്വാസി നീ ഓർക്കണം, അതിന്റെ ഉറവിടം ചീഞ്ഞതാണോ എന്നുള്ളത്. അല്ലെങ്കിൽ സാംസന്റെ വീഴ്ച എന്റെയും നിങ്ങളുടെയും ഒക്കെ പടിവാതിൽക്കൽ കാത്തു നിൽക്കുന്നുവെന്ന ഓർമ്മ വേണം. നമ്മുടെ ജീവിതത്തെയും വ്യവസ്ഥിതികളെയും ആചാരങ്ങളെയും ഒക്കെ അനിയന്ത്രിതമായി ആക്രമിക്കപ്പെടുമ്പോൾ ഓർക്കണം, നാം ജാഗരൂകരാകേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, പ്രത്യേകമായി നമുക്ക് ഓർക്കാം, നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ദൈവത്തിന്റെ ആത്മാവ് വിശുദ്ധ വേദപുസ്തകത്തിൽ ഈ വീഴ്ച കുറിച്ചു വെച്ചിട്ടുണ്ട്. സാംസന്റെ അനുഭവത്തിലൂടെ നമുക്ക് തിരിച്ചറിയാം, നമുക്ക് ആകർഷണീയമായ കാര്യങ്ങളെല്ലാം നന്മയല്ല എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകാം. മലയാളത്തിലൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ, മിന്നുന്നതെല്ലാം പൊന്നല്ല. നമുക്ക് തിരിച്ചറിവുണ്ടാകാം. സഭയുടെ യഥാർത്ഥ ജീവിതത്തിലേക്ക്, ചൈതന്യത്തിലേക്ക്, വിശ്വാസത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാം. സാംസന്റെ ജീവിതം, അവന്റെ ജീവിതാനുഭവം നമുക്ക് പാഠമായിരിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അടുത്ത ദിവ്യകാരുണ്യ ആരാധനയിൽ ആത്മാവിന്റെ പ്രത്യേകമായ ഇടപെടലുണ്ടാകുവാനായിട്ട് ആകർഷകത്വം നോക്കാതെ ഉറവിടം തിരിച്ചറിഞ്ഞ് വസ്തുതകളെ സ്വീകരിക്കുവാനും ഉൾക്കൊള്ളുവാനും കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ദിവ്യകാരുണ്യ ആരാധനയിലേക്ക് പ്രവേശിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഒരുമിച്ച് ആരാധിക്കാം. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, സ്വർഗ്ഗവാസികളോട് ചേർന്ന് ഹല്ലേലൂയ, മാലാഖമാരോട് ചേർന്ന് ആരാധിച്ച് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ,
ഹല്ലേലൂയ, ഹല്ലേലൂയ. ദിവ്യകാരുണ്യ ഈശോയിലേക്ക് നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ചേർത്ത് വെക്കാം. നന്മയും തിന്മയും തിരിച്ചറിയുവാനുള്ള വലിയ ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ന്യായാധിപന്മാരുടെ പുസ്തകം 15-ാം അധ്യായം 14-ാം വചനം ഇങ്ങനെ പറയുന്നു: കർത്താവിന്റെ ആത്മാവ് അവന്റെ മേൽ ശക്തിയായി വന്നു, അവനെ ബന്ധിച്ചിരുന്ന കണർ കരിഞ്ഞ ചണനൂല് പോലെയായി തീർന്നു, കെട്ടുകൾ അറ്റുവീണു. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തെ ചുറ്റിവരയുന്ന കയറുകൾ അറ്റുവീഴണമെങ്കിൽ ആത്മാവിൻ്റെ ശക്തിയായ അഭിഷേകം നമ്മുടെ ജീവിതങ്ങളിൽ നിറയേണ്ടതുണ്ട്. ആത്മാവ് നിറയാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മയും തിന്മയും വേർതിരിച്ചറിയുവാനുള്ള ആത്മാവിൻ്റെ വലിയ ജ്ഞാനം നമ്മുടെ ജീവിതങ്ങളിൽ നിറയുവാനായിട്ട് ആഗ്രഹിച്ച് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പാപവും പുണ്യവും വേർതിരിച്ചേകുന്ന ജ്ഞാനമായൊഴുകി വരൂ, ആത്മീയ സന്തോഷം ജീവിതത്തെ സമർപ്പിച്ച് നൽകുന്ന സ്നേഹമായൊഴുകി വരൂ. പാപവും പുണ്യവും വേർതിരിച്ചേകുന്ന ജ്ഞാനം നൽകണമേ, ജ്ഞാനമായൊഴുകി വരൂ, ശക്തി നൽകണമേ. ആത്മീയ സന്തോഷം ദാസരിൽ നൽകുന്ന സ്നേഹമായൊഴുകി വരൂ, ഒഴുകി വരൂ. ദിവ്യകാരുണ്യ ഈശോയിലേക്ക് കരങ്ങൾ നീട്ടിക്കൊണ്ട് നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ആത്മാവിൻ്റെ വലിയൊരു നിറവ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാനായിട്ട് ദൈവിക ജ്ഞാനത്തിൽ നിറയുവാൻ ആഗ്രഹിച്ച് ദിവ്യകാരുണ്യ ഈശോയുടെ ആശീർവാദത്തിന് നമുക്ക് മുട്ടുകൾ മടക്കാം. കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് ആരാധിച്ച് ദിവ്യകാരുണ്യനാഥന്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേയ്ക്കാരാധന.